എന്താണ് ഈ ബിസിനസ്? ഞാൻ എങ്ങനെ ബിസിനസ് തുടങ്ങും? ഞാൻ ബിസിനസ് തുടങ്ങണോ? എന്ത് സാധനം ഞാൻ വിൽക്കും? എന്ത് ബിസിനസ് ഞാൻ ചെയ്യും? ഞാൻ ബിസിനസ് ചെയ്താൽ വിജയിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ബുക്ക് എഴുതിയപ്പോഴത്തേക്ക് അതിനകത്ത് ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും കമൻറ്റ് ചോദിച്ച് നിങ്ങൾ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സീരീസ് തുടങ്ങുകയാണ്. പക്ഷേ ഇതൊരു ലോങ് സീരീസ് ആയിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് ഈ കാര്യങ്ങൾ പഠിക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. നമ്മളെപ്പോഴും തുടങ്ങുമ്പം പടച്ചോനെ സ്തുതിച്ച് അവന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് അയച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത്. അത് ഈ അമുസ്ലിങ്ങളായ ആൾക്കാർ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഞാനിപ്പോൾ ചെയ്തത്. പ്രാർത്ഥനയോടുകൂടി തുടങ്ങി, അത്രേ ഉള്ളൂ. സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ദൈവത്തിൻ്റെ സമാധാനവും നിങ്ങളുടെ പുറത്തുണ്ടാകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ബിസിനസ് എന്ന് പറയുന്നത്, ഞാൻ ആക്ച്വലി ഒരു ബിസിനസ്സുകാരനായിരുന്നില്ല. അപ്പം എൻ്റെ ഫാദറിൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ അധികം ബിസിനസ്സുകാരായിരുന്നു. പക്ഷേ ഞാൻ ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ബി.ടെക് 4 വർഷത്തെ ബി.ടെക് ഡിഗ്രി കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ജിദ്ദയിലും ഡൽഹിയിലും ഒക്കെ വർക്ക് ചെയ്ത് ഇവിടെയും വന്നത് കൺസൾട്ടൻ്റായിട്ടാണ്. അപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നില്ല. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഇതിനകത്ത് ഈ കാണുന്ന പ്രേക്ഷകർ നിങ്ങളിൽ പല ആൾക്കാരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതായത് ബിസിനസ്സിൽ നല്ല സക്സസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ ബിസിനസ്സുകാരനായിരുന്നില്ല. ബിസിനസ് എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് പോലെ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെങ്ങനെയാണ് എന്താണ് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അതായത് ഞാൻ ബിസിനസ്സുകാരെ കാണുമ്പോൾ, ചെറുപ്പത്തിൽ ഉള്ള കാര്യം പറഞ്ഞു, ബിസിനസ്സുകാരെ കാണുമ്പോൾ എനിക്കെപ്പോഴും തോന്നി ഇവർക്കെന്തോ ഒരു സ്പെഷ്യൽ എന്തോ ഒരു ബുദ്ധിയോ എന്തോ ഒരു കഴിവ് ഇവർക്കുണ്ട്, അല്ലെങ്കിൽ ഇവർ ചെയ്യില്ല, ഇവർക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു. ബിസിനസ്സുകാർ ഒരു കാര്യമുള്ളത്, അധികം ആൾക്കാരും ഷാർപ്പാണ്, അവർക്ക് വളരെയധികം ഷാർപ്പ്നെസ് ഉണ്ട്, അതുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബിസിനസ്സിന് ഗുണം ചെയ്യുകയും ചെയ്യും. പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഞാൻ ഇവിടെ അമേരിക്കയിൽ വരുന്നതിന് തൊട്ട് മുമ്പ്, അതായത് വിസ ഒക്കെ കിട്ടി, എംബസിയിൽ പോയി വിസ സ്റ്റാമ്പ് ചെയ്തെല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് എത്തിയിട്ടില്ല, പക്ഷേ ടിക്കറ്റ് എത്തും എന്നുള്ള ആ സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് അമേരിക്കയിലേക്ക് വരാനായിട്ട് കുറച്ച് ദിവസങ്ങൾ ബാക്കിയുള്ളൂ. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരിലുണ്ട്. എൻ്റെ ഫാമിലിയായിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ ഒന്ന് കാണാൻ പോയി. ബാംഗ്ലൂർ പോയിട്ടില്ല. അപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് ഈ ഒന്ന് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച്, ഇനിയിപ്പോൾ സ്ഥലമൊക്കെ ഒന്ന് കണ്ട്, പിന്നെ ഇനിയിപ്പോൾ US വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോയി എപ്പോൾ പോകാൻ പറ്റും, ബാംഗ്ലൂരിൽ പോകണം എന്നുള്ളത് പണ്ട് പോലെയുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഫാമിലിയും കൊണ്ട് ഇവിടെ US വരുന്നതിൻ്റെ തൊട്ട് മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, 1-2 ആഴ്ചക്ക് മുമ്പ് അവിടെ ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂരിൽ പോയ സമയത്ത് ഏതായാലും വിചാരിച്ചൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ US പോകല്ലേ, പോകുന്നതിന് മുമ്പ് കുറച്ച് കുപ്പായൊക്കെ വാങ്ങിച്ച്, പുതിയ ടീഷർട്ടൊക്കെ വാങ്ങിച്ച്, ഇവിടുന്ന് തന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് ഇവിടുന്ന് ചെയ്യാം. കാര്യം ബാംഗ്ലൂരാണല്ലോ നല്ല. ഇത് ഞാൻ പറയുന്നത് 1999 കാര്യമാണ്. 99 ഓഗസ്റ്റോ സെപ്റ്റംബറോ ആ സമയത്തുള്ള കാര്യമാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ പോയി. നമ്മുടെ ഒരു കസിൻ അവിടെ താമസിക്കുന്നുണ്ട്. അവർ നമ്മളെല്ലായിടത്തും കൊണ്ടുപോയി. ഒരു തുണിക്കടയിൽ പോയി. അത് നമ്മുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവുടെ തുണിക്കടയാണ്, റെഡിമെയ്ഡിൻ്റെ കടയാണ്. അവിടെ പോയപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവരുടെ കട അത്ര വലിയ കടയൊന്നുമല്ല, പക്ഷേ നിറച്ച് സാധനം ഇരിപ്പുണ്ട്. ഈ കൗണ്ടറിൻ്റെ പുറകിലുള്ള ഈ കണ്ണാടി ചില്ലിൽ, ഈ ഷോ കേസിൽ മൊത്തം അടുക്കി സാധനം വെച്ചിട്ടുണ്ട്, ടീഷർട്ടും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഒറ്റ ടീഷർട്ട് വാങ്ങാനാണ് പോയത്. ആ ഒരു ടീഷർട്ട് വാങ്ങാൻ പോയപ്പോൾ അവിടെ നിൽക്കുന്ന നമ്മുടെ മുതലാളി നമ്മുടെ അമ്മാവനാണ്, നമ്മുടെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്, മാമ എന്ന് പറയും. ആ മാമ അവിടെ ഉണ്ട്. അപ്പോൾ മാമ നമ്മുടെ എംപ്ലോയിയുടെ അടുത്ത് പറഞ്ഞ്, ആ സെയിൽസ്മാൻ്റെ അടുത്ത് പറഞ്ഞ് ടീഷർട്ട് ഇട്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഈ ടീഷർട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഈ നമ്മുടെ ഷോ കേസിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ വലിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ എറിഞ്ഞിരിക്കുക. അപ്പം കണ്ടമാനം ടീഷർട്ട് ഇങ്ങനെ എടുത്തെറിയുകയാണ് എൻ്റെ മുമ്പിൽ. എനിക്ക് ഒറ്റ ടീഷർട്ട് മാത്രം മതി, അധികമൊന്നും വാങ്ങിക്കാൻ ഐഡിയ ഇല്ല.
അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇവർ എങ്ങനെയാണ് ഇത്രമാത്രമൊക്കെ സാധനം ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നത്? എന്ത് ഗ്യാരണ്ടിയിലാണ് ഇത്? ആര് വന്ന് വാങ്ങിക്കും എന്നുള്ള ഗ്യാരണ്ടിയിലാണ് പൈസ മുടക്കി ഇത്രമാത്രം അടുക്കി സാധനങ്ങൾ മൊത്തം കട മൊത്തം സാധനം വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചോദ്യം വന്ന് ഞാൻ അതിനകത്തൊരു ടീഷർട്ട്, ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഒരു ടീഷർട്ട് എടുത്ത് എന്നിട്ട് ഞാൻ പൈസ കൊടുക്കാൻ പോയപ്പോൾ 800 രൂപ എന്ന് പറഞ്ഞു. 800 രൂപ കൊടുത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മാമ നിങ്ങൾ ഈ എങ്ങനെയാണ് ഇത്രമാത്രമൊക്കെ സാധനം, എന്ത് ഉറപ്പിൻ്റെ പുറത്താണ് നിങ്ങൾ ഇത് വാങ്ങിച്ചു വെക്കുന്നത്? അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഒരു പേടിയാണ്. അതായത് എന്ത് ചെയ്യും ഇങ്ങനെ സാധനം വിറ്റുപോയില്ലെങ്കിൽ? ഇപ്പം ഞാൻ വന്നപ്പോൾ ഒരെണ്ണം വാങ്ങിച്ച് ആര് വരും, എപ്പോൾ വരും, എപ്പോൾ വാങ്ങിക്കും, എത്ര എണ്ണം വാങ്ങിക്കും, ഇത്രമാത്രമൊക്കെ പൈസ മുടക്കിയിട്ടുണ്ടല്ലോ. അപ്പം മാമ ചിരിച്ചിട്ട് പറഞ്ഞ്, അത് ഞങ്ങൾക്കറിയാം, വരും, ആൾ വരും. ഇതാണ് ബിസിനസ്സുകാരുടെ ആ ധൈര്യം. അതായത് ബിസിനസ് നടക്കുമെന്ന് അവർക്ക് മാത്രമല്ല, ഇതവർക്ക് പ്രാക്ടീസ് ഉണ്ട്, അവർക്ക് പിന്നെ പരിചയമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു പക്ഷേ അവർക്കറിയായിരിക്കും ഈ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ആൾക്കാരുടെ തിരക്ക് കൂടും. അതേപോലെ തന്നെ ഈ സ്പെഷ്യൽ ഈ ഹോളിഡേ സീസൺ വരുമ്പോഴത്തേക്ക് ആൾക്കാർ വാങ്ങിക്കും. ഇങ്ങനെ പല അവർക്കിതിനെക്കുറിച്ചൊക്കെ അറിയായിരിക്കും. ആ ധൈര്യത്തിൻ്റെ പുറത്താണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ കാരണം, ആ സമയത്ത് എനിക്ക് ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു പേടി, ഇത് എങ്ങനെ ഇതൊക്കെ വിറ്റ് പോകുന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്ന ശേഷം പിന്നെ ഒരു 2.5-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ബിസിനസ് തുടങ്ങി. പിന്നെ ഇപ്പം നമ്മളും ഇതേപോലെ തന്നെ സാധനം ഇഷ്ടംപോലെ വാങ്ങിച്ച് വെക്കും. നമുക്കറിയാം ഇവിടെ വിറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും വിൽക്കും. പിന്നെ നമ്മൾ ഷോയ്ക്ക് പോകും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ബിസിനസ്സുകാർക്ക് അവർക്കൊരു ഐഡിയ ഉണ്ട്, ഇത് എങ്ങനെ എവിടെ കൊണ്ട് വിൽക്കണം. ഇനി വിറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ സെയിലിലിട്ടിട്ട് പൈസ കുറച്ച്, അതായത് നഷ്ടം വരാതെ സെയിലിൽ വിൽക്കുക. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ മിക്കവാറും ആൾക്കാർ ചോദിക്കും, നിങ്ങളെന്താ ചെയ്യുന്നത്? അപ്പോൾ ചില ആൾക്കാർ ജോലി ചെയ്യുകയാണ്, ചില ആൾക്കാർ ബിസിനസ്സിലാണ്. അപ്പോൾ എന്ത് ബിസിനസ്സാണ്? അപ്പോൾ ഒരാൾ പറയും ഞാൻ ബിസിനസ് ചെയ്യുന്നത് സെൽഫോണിൻ്റെ ഇതാണ്, ഒരാൾ ഡയമണ്ടിൻ്റെ സ്റ്റോറാണ്. അപ്പോൾ പല തരത്തിലുള്ള ബിസിനസ്സുകാരുടെ അടുത്തിരുന്ന് സംസാരിച്ചാൽ എന്തെല്ലാം ഈ ബിസിനസ് ഈ ദുനിയാവിലുണ്ടെന്നുള്ളത് മനസ്സിലാവും. അതിശയമായിപ്പോൾ. ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒരു പ്ലെയിനിലിരിക്കുമ്പോൾ എവിടെ ഒരു വെള്ളക്കാരൻ അടുത്തിരിപ്പുണ്ട്, അമേരിക്കൻ്റെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ അയാളടുത്ത് സംസാരിച്ച് ഇങ്ങനെ പിന്നെ ചിലപ്പോഴൊക്കെ നമുക്ക് 3-4 മണിക്കൂറൊക്കെ നമ്മൾ പ്ലെയിനിൽ ഒരുമിച്ചുണ്ടാവും. അപ്പോൾ എന്ത് ബിസിനസ്സാണ്? അപ്പം ഇയാൾ പറഞ്ഞത് ഇവർ ഈ നമ്മുടെ ഈ ചിക്കൻ അതുപോലെ തന്നെ മീറ്റൊക്കെ പാക്കേജ് ചെയ്യുന്ന ഒരു ഈ പ്ലാസ്റ്റിക് റാപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതിവിടെ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും കാണാം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റാപ്പ്. അപ്പോൾ എൻ്റെ വിചാരം ഇത് സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റാണ്, അതുകൊണ്ട് റാപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് ലേബിൾ ഒട്ടിച്ചിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് ഐറ്റത്തിൻ്റെ പേരും ബാർകോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്താണ് കാലറീസ്, എന്താണ് സംഗതി, എന്താണ് പ്രൊഡക്ഷൻ ഡേറ്റ്, ഇതിൻ്റെ ഡേറ്റ് എന്താണ്, എക്സ്പയറി എന്താണ്, ഇതൊക്കെ അത്ര ഉള്ളെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇയാൾ പറഞ്ഞു തന്ന് ഇത് നിങ്ങൾക്ക് തോന്നും ഒരുപക്ഷെ ഇതൊരു സിമ്പിൾ റാപ്പിംഗ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പ് ഒരു സ്പെഷ്യൽ റാപ്പാണ്. അതിനകത്ത് അയാൾ പറഞ്ഞത് 8, എൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ 7-8 ലെയറുണ്ട്. ആ ഒരു തിൻ പ്ലാസ്റ്റിക്കിൽ നിന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് അതിനകത്ത് 8 ലെയേഴ്സുണ്ട്. ഈ 8 ലെയേഴ്സും ഓരോ ലെയറും ഓരോ ഫങ്ഷനാണ്. ചിലത് ഇതിൻ്റെ ഈ മോയ്സ്ചർ പുറത്തോട്ട് വിടും, ഉള്ളിലോട്ടാക്കത്തില്ല. ഇങ്ങനെ പല ഫങ്ഷനുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാരണം, ഈ ബിസിനസ്സുകാരുടെ അടുത്ത് ഇരുന്നാൽ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. നമ്മളൊന്ന് സാവധാനത്തിൽ അവരുടെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പല ഐഡിയാസും കിട്ടും. ഇതുപോലെ എനിക്ക് പല ഐഡിയാസും കിട്ടിയിട്ടുണ്ട്, പല ഐഡിയാസും വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബിസിനസ്സിൻ്റെ വേൾഡ്. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ വേൾഡ് ഇപ്പോൾ 2 തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. ഒന്ന് ഈ ബിസിനസ് എനിക്ക് പറ്റില്ല, ഞാൻ എന്നെ പോലെ തന്നെ എനിക്ക് പറ്റില്ല, ഈ ബിസിനസ്സൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് ജോലി ചെയ്താൽ മതി, നല്ലൊരു ജോലി കിട്ടണം എന്ന് വിചാരിച്ച് ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ എൻജിനീയറിങ്ങോ മറ്റ് തൊഴിലോ പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ ജോലിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. നല്ലൊരു ജോലി കിട്ടണം. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ജോലിയിൽ ജോലി ആലോചിക്കാറില്ല. എന്തെങ്കിലും ബിസിനസ് ചെയ്യണം, എപ്പോൾ ചോദിച്ചാലും എപ്പോൾ സംസാരിച്ചാലും എനിക്കത് ചെയ്യണം, എനിക്കിത് ചെയ്യണം, ഇങ്ങനെയുള്ള ഐഡിയാസ് ആൾക്കാരുണ്ട്. ചില ആൾക്കാർ, അധികം ആൾക്കാരും നമ്മളിതിനിടയിലുണ്ട്. അതായത് ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, ജോലി ചെയ്ത് മടുത്തു, ഇനിയിപ്പോൾ ജോലി ഇവിടെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്,
ഇന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ഇൻഷാ അല്ലാ ഓരോ എപ്പിസോഡിലും നമുക്ക് ഒന്ന് ഓർഡറിലായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാ. ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണ്. ഈ ബിസിനസ്സിൽ പല ഗുണങ്ങളുണ്ട്. ഓക്കെ, ബെനഫിറ്റ്സ് ഉണ്ട്. ജോലിയിലും പല ബെനഫിറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ജോലി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്. അതായത് നല്ലൊരു ജോലി കിട്ടിയാൽ, നല്ലൊരു കമ്പനി ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഡീസൻ്റ് ആയിട്ടുള്ളൊരു ജോലി ഉണ്ടെന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് മാസം അവസാനം ആകുമ്പോഴത്തേക്ക് 31-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി നമ്മുടെ പോക്കറ്റിൽ ശമ്പളം വരും. അതായത് ഇപ്പം ഇവിടെ അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ $5000 ആണെങ്കിൽ $5000 ടാക്സൊക്കെ കഴിച്ച് ഏകദേശം 30% ടാക്സാണ് ഇവിടെ. ആ ടാക്സ് കഴിച്ച് ഏകദേശം $3500 കയ്യിൽ വരും. ഓക്കെ, അത് എല്ലാ മാസവും വരും. അത് ഉറപ്പുണ്ട്. ജോലി ഉള്ളിടത്തോളം കാലം പൈസ വരും, ഉറപ്പാണ്. അപ്പോൾ മാസത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനുണ്ട്, വാട്ടർ ബില്ല് അടയ്ക്കാനുണ്ട്, പിന്നെ ഗ്യാസിൻ്റെ ബില്ല് അടയ്ക്കാൻ, അതായത് എയർ കണ്ടീഷൻ ഓടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് അടയ്ക്കാനുണ്ട്, വീടിൻ്റെ കരം അടയ്ക്കാനുണ്ട്, പിന്നെ വണ്ടിക്ക് ഗ്യാസ് അടിക്കാനുണ്ട്, അതായത് പെട്രോള്, പിന്നെ വണ്ടിയുടെ ടാക്സി, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. ഇതൊക്കെ നമുക്ക് കണക്ക് കൂട്ടാം. $3500 ഡോളർ എൻ്റെ കൈ വരും, ഇതെല്ലാം എനിക്ക് ചെയ്യാം എന്ന് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പക്ഷേ ഒരു കാര്യമുള്ളത്, ഏത് സമയത്തും ജോലി പോകാം. ഞാൻ ഈ അടുത്ത് ഒരു 6 മാസം മുമ്പ് ഫ്ലോറിഡയിൽ ഒരിടത്ത് പോയി. അവിടെ പോയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സുഹൃത്തിനെ, പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഷാർലറ്റിലുണ്ടായിരുന്ന സുഹൃത്തിനെ കാണാൻ ഇടയായി. അപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ ജോലി പോയി. IT-യിലാണ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിംഗ് അല്ല, IT ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡാണ്. അനലിസ്റ്റ് എന്തോ ആയിരുന്നു. എൻ്റെ സെയിം പ്രായക്കാരനാണ്. അപ്പോൾ ജോലി പോയി എന്ന് പറഞ്ഞു. ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു 6 മാസം മുമ്പാണ്. ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ പോയിരുന്നു. ജോലി ഇതുവരെ കിട്ടിയിട്ടില്ല. ജോലി ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ജോലിക്ക് വേണ്ടി. അപ്പോൾ ഇതാണ് ജോലിയുടെ അവസ്ഥ. ഏത് സമയത്തും ജോലി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ജോലി സ്ഥിരതയുണ്ട്, ചില ആൾക്കാർക്ക് ജോലി പോയെങ്കിൽ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി പ്രായം കൂടുമ്പോൾ പിന്നെ പുതിയ ആൾക്കാരെയാണ് ആൾക്കാർ ഇഷ്ടപ്പെടുക. കാര്യം 50 വയസ്സ് 60 വയസ്സുള്ള ഒരാൾക്ക് ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. അൺലെസ് അയാൾ എന്തെങ്കിലും സ്കിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി എക്സ്പീരിയൻസോ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേണം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് സാലറി ഉറപ്പാണ് ജോലി ഉള്ളിടത്തോളം. ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സംഗതികളെല്ലാം അപ്സൈഡ് ഡൗൺ ആയി. അത് ജോലിയുടെ കുറിച്ച് അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പം അമേരിക്കയിലെ കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ ഈ AI ഈ തരംഗം വന്ന ശേഷം അധികം പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്ന കമ്പ്യൂട്ടർ ഡിഗ്രിക്കാർക്ക് ജോലി കിട്ടുന്നില്ല. കാര്യം ആ ഇനീഷ്യൽ ലെവൽ, ഈ എൻട്രി ലെവലിലുള്ള ജോലികളൊക്കെ ഇപ്പം AI ചെയ്യാണ്. ഒരാഴ്ച കൊണ്ട് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സംഗതി ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട്, ഒരു 10 മിനിറ്റ് കൊണ്ട് AI പ്രൊഡ്യൂസ് ചെയ്ത് തരും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ജോബ് മാർക്കറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. ഇനി ബിസിനസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ബിസിനസ് എന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ പറയാം. ഈ ജോലിയുടെ കേസിൽ നമ്മൾ ഈ രാവിലെ 10 മണിക്ക് തൊട്ട് 5 മണി വരെ ജോലിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇത് തന്നെ, എൻ്റെ രാവിലെ എണീക്കണം, റെഡിയാകണം, 10 മണിക്ക് അവിടെ എത്തണം, 5 മണിക്ക് തിരിച്ച് വണ്ടി ഓടിച്ച് വരണം. ചില ആൾക്കാർ ട്രെയിനിലും ബസ്സിലും ഒക്കെ തിരിച്ച് വരുന്നുണ്ട്, അങ്ങനെ വരണം. അതാണ് ജോലിയുടെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക്. പിന്നെ എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ അവധി ദിവസം നോക്കി പോകണം, അല്ലെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് അവധി എനിക്ക് വെക്കേഷൻ സാങ്ഷൻ ആയാൽ എനിക്ക് പോകാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അവരെ ഡിപ്പെൻഡഡ് ആണ്. അവർ പോകണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ജോലി പോകും. അങ്ങനെയാണ് ജോലിയുടെ പിന്നെ ഒരു സമ്മറി. ബിസിനസ് ആണെങ്കിൽ ഒരു കാര്യമുള്ളത്, ബിസിനസ്സിൽ പ്രശ്നം നമുക്ക് ലിമിറ്റില്ല, എത്ര വേണമെങ്കിലും കാശ് ഉണ്ടാക്കാം. ഓക്കെ, പക്ഷേ ഒരു കാര്യമുള്ളത്, നമ്മൾ മെനക്കെട്ടേ പറ്റൂ. അതായത് ഈ 31-ാം തീയതി 1-ാം തീയതി ആരും നമുക്ക് ചെക്ക് തരാനില്ല, നമ്മൾ തന്നെ കാശ് ഉണ്ടാക്കണം. അതിന് ചിലപ്പം ഈ ഉറുദുവിൽ പറയും, ഹിന്ദിയിൽ ഉറുദുവിൽ പറയുന്നൊരിതാണ്. അത് പറയുക നമ്മൾ ഈ പപ്പടം ഉണ്ടാക്കി, അതായത് അത്രമാത്രം മെനക്കെട്ട്, പാപ്പട് ബേൽഡ എന്ന് പറയും. അതായത് മെനക്കെട്ട് ഉണ്ടാക്കേണ്ടി വരും. കാര്യം ആ മെനക്കെട്ടില്ല എങ്കിൽ പൈസ വരത്തുമില്ല. അതുകൊണ്ട്
എൻഡ് ഓഫ് ദി മന്ത് കാശ് വരും എന്നുള്ള ആ വിചാരം വേണ്ട, മെനക്കെടേണ്ടി വരും. പക്ഷേ അറ്റ് ദി സെയിം ടൈം ലിമിറ്റില്ല. എത്രമാത്രം തല ഉപയോഗിക്കാൻ പറ്റുമോ, എത്രമാത്രം അധ്വാനിക്കാൻ പറ്റുമോ, പിന്നെ ഇതിൻ്റെ എല്ലാം പുറകിൽ പടച്ചവൻ്റെ ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം ഇതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബിസിനസ് അതിന് ഇതില്ല, ലിമിറ്റില്ല, എത്ര വേണമെങ്കിലും മുമ്പോട്ട് പോകാം. അതേപോലെ തന്നെ വേറൊരു നല്ല ഗുണം ബിസിനസ്സിലുള്ളത്, ഇപ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് 2002 തുടങ്ങിയത്. കുറേയധികം അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. എപ്പോഴും ഇങ്ങനെ അത് ബിസിനസ്സിൻ്റെ പാർട്ടാണ്, അപ്സ് ആൻഡ് ഡൗൺസ്. എപ്പോഴും ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവാം വളരെ സ്മാർട്ടായിട്ട്, ഞാൻ അങ്ങനെയുള്ള ആളല്ല, പല സ്മാർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അവർ നല്ല നല്ല ബിസിനസ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവും, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരെപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും, നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ എന്നെ പോലുള്ള ആൾക്കാർ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ എപ്പോഴും പോകും. പക്ഷേ ഒരു ഗുണമുള്ളത് 2002 മുതൽ ഇന്ന് 2026 ഈ ഇത്രയും സമയത്ത് 24 വർഷം അൽഹംദുലില്ലാ, 24 വർഷത്തിൽ എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആരുടെയും പെർമിഷൻ ചോദിക്കേണ്ട. എനിക്ക് നാളെ ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് വരണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, വണ്ടി കയറി ഇരിക്കാൻ വരാം, ആരുടെടുത്തും പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ അറ്റ് ദ സെയിം ടൈം ബിസിനസ് ശരിയായില്ല എങ്കിൽ പിന്നെ നമ്മൾ നെട്ടോട്ടം ഓടേണ്ടി വരും. എത്രയോ ആൾക്കാർ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ നോക്കി നമ്മുടെ ഈ കോവിഡിൻ്റെ സമയം വന്നപ്പോൾ എത്രയോ ആൾക്കാർ കോവിഡിന് തൊട്ട് മുമ്പ് ഇഷ്ടംപോലെ പൈസ ചിലവാക്കി റെസ്റ്റോറൻറ്റ് തുടങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി, എല്ലാം അടച്ചുപൂട്ടി. അതോടുകൂടി അവരുടെ ജീവിതകാലം മൊത്തം അവർ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസ അവിടെ പോയി. അപ്പോൾ ഇങ്ങനെ രണ്ടിലും ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല നിങ്ങൾ ബിസിനസ് തുടങ്ങിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തോ. ഇത് നമ്മൾ കുറേ ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് റിസർച്ച് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറുമായിട്ട്, അതായത് വൈഫുമായിട്ട് ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്താണ് നല്ലത്, നമുക്ക് റിസ്ക് എടുക്കാനുള്ള കുഷ്യൻ നമ്മുടെ കയ്യിലുണ്ടോ, അതായത് എന്തെങ്കിലും ഒരു റിസ്ക്, ഒരു തകരാറ് വന്നാൽ, നമ്മുടെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ തരണം ചെയ്യാനുള്ള നമ്മുടെ ഫൈനാൻഷ്യൽ എബിലിറ്റി, സമയം, നമ്മുടെ മാനസിക സ്വൈര്യം ഇതൊക്കെ ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് പല കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇന്നൊരു ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇൻഷാ അള്ളാഹ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എനിക്ക് നിങ്ങളുടെ അടുത്തൊരു റിക്വസ്റ്റ് ഉള്ളത്, ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷാ അള്ളാഹ് കമൻറ്റ് വഴി ഇതിനകത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം ഈ സീരീസ്, എങ്ങനെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാം എന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം. മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശം, പല ആൾക്കാരും ബിസിനസ് എനിക്ക് തുടങ്ങാൻ എനിക്ക് അറിഞ്ഞുകൂടാ, എന്ത് ചെയ്യും, എവിടെ പോകും, എവിടെ നിന്ന് പഠിക്കും, ആര് പറഞ്ഞു തരും, ഇങ്ങനെയുള്ള ഒരു ഡിലമ്മയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്. പക്ഷേ എനിക്ക് ഇൻഡിവിജ്വലി ആരെയും ഹെൽപ്പ് ചെയ്യാനുള്ള സമയവും ഇല്ല, അതേപോലെ തന്നെ അതിന് സാധിക്കത്തുമില്ല. കാര്യം ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ, ഓരോരുത്തരുടെ ഐഡിയാസ് വേറെ വേറെയാണ്. ഇതൊരു ജനറൽ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു ടോക്ക് എന്ന് മാത്രം കരുതിയാൽ മതി. ഇത് നല്ല രീതിയിൽ ചെയ്യാൻ ഇൻഷാ അള്ളാ ഞാൻ ശ്രമിക്കാം. നിങ്ങളുടെ സഹായം കൂടെ ഇൻഷാ അള്ളാ കിട്ടിയാൽ കൊള്ളാം. താങ്ക് യു വെരി മച്ച്. ഈ വീഡിയോ ഒന്നുകൂടെ പറയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടോ, എല്ലാം നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണോ, ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ആലോചിച്ചിരുന്നോ, ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ, അങ്ങനെയുള്ള ഒരാളാണോ, ഒന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഇൻഷാ അള്ളാ. ഓക്കെ, അപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റും എത്ര ആൾക്കാർ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണ്, ഈ ടോപ്പിക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ ഇല്ലേ ഒന്ന് അറിയിച്ചാൽ കൊള്ളാം. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.